ഇപ്രാവശ്യം വടകരയിൽ നടക്കുന്ന പൊളിറ്റിക്കൽ ഫൈറ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം ടി.പി. ചന്ദ്രശേഖരൻ്റെ ഭാര്യ എന്നുള്ള നിലയിലുള്ള ഒരു സിമ്പതി കെ രമയ്ക്ക് വടകരയിൽ ലഭിച്ചിരുന്നു. MLA ഫണ്ട് പോലും കൃത്യമായിട്ട് വിനിയോഗം ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു MLA ആണ് കെ രമ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ കിഫ്ബി വഴിയൊക്കെ ഒരുപാട് പ്രതിപക്ഷ MLA മാർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കിഫ്ബിയിൽ പോലും ഒരു പദ്ധതി സബ്മിറ്റ് ചെയ്യാത്ത ഒരു MLA ആണ് കെ രമ എന്ന് പറയുന്നത്. ഒരുപക്ഷെ പരാജയം കെ രമ നേരത്തെ തന്നെ മണത്തിട്ടുണ്ടാവാം. അതിൻ്റെ ഭാഗമായിട്ടാണ് BJPയുടെ പിന്തുണ തേടിയിട്ടുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കെ രമയെയും അതോടൊപ്പം തന്നെ MK ഭാസ്കരനെയും അവിടെ വിലയിരുത്തുന്ന സമയത്ത് MK ഭാസ്കരനിരിക്കുന്ന തട്ട് ഒരു പടി താഴ്ന്നിരിക്കും എന്ന് തന്നെ വേണം നമ്മൾ കരുതാനായിട്ട്. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ഇനി വെറും 10 ദിവസത്തിന് താഴെ മാത്രമേ ഉള്ളൂ. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് വടകര. ഇന്ന് കഴിഞ്ഞ ദിവസം ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞ പോലെ അവിടെ ഒരു ഷാഫി പറമ്പിൽ കോൺഗ്രസ് BJP ഡീലൊക്കെ ആരോപിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ്, ക്രോസ് വോട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ്. കഴിഞ്ഞ തവണ കെ രമ ജയിച്ചതൊരു സഹതാപ തരംഗത്തിലാണ് എന്ന അത് ഇപ്രാവശ്യം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് CPMന്റെ ഒരു വിശ്വാസവും കണക്കൂട്ടലും എല്ലാം. ഇതെല്ലാം ഇങ്ങനെ തന്നെയാണോ, അതോ ഇപ്രാവശ്യവും ഒരു തവണ കൂടിയും, കാരണം ഇടത് മണ്ണാണ്, കെ രമയ്ക്ക് ആ ഇടത് പശ്ചാത്തലമുണ്ട്, അപ്പോൾ ഒരു പ്രാവശ്യം കൂടി അവർ ജയിച്ചു പോകുമോ, അതോ CPM വിശ്വസിക്കുന്ന പോലെ തിരിച്ചു പിടിക്കാനാവുമോ? ഇപ്രാവശ്യം വടകരയിൽ നടക്കുന്ന പൊളിറ്റിക്കൽ ഫൈറ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം ടി.പി. ചന്ദ്രശേഖരൻ്റെ ഭാര്യ എന്നുള്ള നിലയിലുള്ള ഒരു സിമ്പതി കെ രമയ്ക്ക് വടകരയിൽ ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്രാവശ്യം കഴിഞ്ഞ 5 വർഷം 2021 മുതൽ 2026 വരെ MLA ആയിരുന്ന കെ രമയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. കാരണം രാഷ്ട്രീയപരമായി ഏറെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ അധിവസിക്കുന്ന, അതായത് ഒരുപാട് ഗ്രാമീണ മേഖലകളുള്ള, രാഷ്ട്രീയത്തിൽ കൃത്യമായ ധാരണകളുള്ള ആളുകൾ അധിവസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ വടകര നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. സോഷ്യലിസ്റ്റുകൾക്ക് ഏറെ വേരോട്ടമുള്ള ഒരു സ്ഥലം കൂടിയാണ് വടകര എന്ന് പറയുന്നത്. അതായത് ഏറാൻമല സർവീസ് സഹകരണ ബാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ RJDയുടെ നേതൃത്വത്തിൽ വർഷങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അവിടെ ഇപ്രാവശ്യം മത്സരിക്കുന്നത് MK ഭാസ്കരൻ എന്ന് പറയുന്ന RJDയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹം 3 പ്രാവശ്യം ഏറാൻമല പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇരുന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിട്ടാണ്. വളരെ സാധാരണക്കാരൻ, രാഷ്ട്രീയത്തിൽ നിന്ന് ഇന്നുവരെ 10 പൈസയുടെ സാമ്പത്തിക നേട്ടമുണ്ടാക്കാത്ത, ജനകീയനായ, ജനങ്ങളുമായി ബന്ധമുള്ള, ഏതൊരു വ്യക്തിക്കും ഏത് സമയത്തും ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന, ഒരാളെപ്പോലും വെറുപ്പിക്കാത്ത, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു സോഷ്യലിസ്റ്റാണ് ശ്രീ MK ഭാസ്കരൻ എന്ന് പറയുന്നത്. അപ്പോൾ MK ഭാസ്കരൻ ഇപ്രാവശ്യം അവിടെ കെ രമയെ അട്ടിമറിക്കും എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കെ രമയെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് കേരളം ഏറെ സിമ്പതി നൽകിയിട്ടുള്ള, അല്ലെങ്കിൽ കേരളം ഏറെ പിന്തുണ നൽകിയിട്ടുള്ള ഒരു ഭാര്യയാണ്, അതുകൂടാതെ ഒരു രാഷ്ട്രീയ നേതാവാണ് കെ രമ. ടി.പി. ചന്ദ്രശേഖരൻ്റെ ഭാര്യ എന്നുള്ള രീതിയിൽ കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം പിന്തുണ നൽകിയ ഒരു വ്യക്തിയാണ് ശ്രീമതി കെ രമ. അതിനുശേഷം പിന്നീട് അവർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നു. എനിക്ക് തോന്നുന്നു 2016 അവർ മത്സരിച്ച് പരാജയപ്പെടുന്നു. അതിനുശേഷം 2021 എനിക്ക് കൃത്യമായ ധാരണയില്ല, 2016 അവർ മത്സരിച്ചിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഊഹം. അവർ LDFനും UDFലും ചേരാതെ തനിച്ച് RMP ആയിട്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി അവരാണോ മത്സരിച്ചത്, അവരുടെ പാർട്ടിയുടെ മറ്റാരെങ്കിലും ആണോ മത്സരിച്ചത്, എനിക്ക് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. പക്ഷേ 2021 ഇവർ UDFൻ്റെ പിന്തുണയോട് കൂടിയിട്ടാണ് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മളെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഈ ഒഞ്ചിയം ഇപ്പോൾ UDFും RMPയും ചേർന്നാണ് ഭരിക്കുന്നത്. അവിടെ അഴിയൂർ RJDയും UDFും ചേർന്നാണ് ഭരിക്കുന്നത്. അതുപോലെ ചോമ്പാല LDF ആണ് ഭരിക്കുന്നത്. വടകര മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് LDF ആണ്. അഴിയൂർ RJD ആണ് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ളത്. അപ്പോൾ അവിടെ LDF ആണ് ഭരിക്കുന്നത്. ഇങ്ങനെ വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ 2 പഞ്ചായത്തുകൾ UDFും RMPയും ചേർന്ന് ഭരിക്കുമ്പോൾ വടകര മുനിസിപ്പാലിറ്റിയും മറ്റ് 2 പഞ്ചായത്തുകളും ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ഏറാൻമലയിലും ഒഞ്ചിയത്തും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന സീറ്റുണ്ട്, അതായത് UDFനും RMPക്കും കൂടി ലഭിച്ചിരുന്ന സീറ്റുണ്ട്, അത് താരതമ്യേന കുറഞ്ഞു വന്നിട്ടുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇത് 2020 നടന്നിട്ടുള്ള ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ RMPയും അല്ലെങ്കിൽ UDFും നേടിയിട്ടുള്ള പഞ്ചായത്ത് മെമ്പർമാരുടെ എണ്ണത്തിൽ ഗണ്യമായ ഒരു കുറവ് വന്നിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ഈ ഒഞ്ചിയത്തെയും ഏറാൻമലയിലെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടിച്ച് അങ്ങോട്ട് വിജയിച്ച് കയറി എന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ.
അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് വടകരയെ സംബന്ധിച്ച് വടകര ഒരു ഇടതുപക്ഷ മനസ്സുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ജനങ്ങൾ ഇപ്രാവശ്യം കഴിഞ്ഞ 5 വർഷം തങ്ങളുടെ MLA ആയി പ്രവർത്തിച്ച KK രമയെ വിലയിരുത്തുന്ന സമയത്ത് അവർ എത്ര മാർക്കിടും എന്നുള്ളതിനെ ആശ്രയിച്ചാണ് KK രമയുടെ വിജയവും പരാജയവും ഇരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ വടകരയിൽ അന്വേഷിക്കുന്ന സമയത്ത് MLA ഫണ്ട് പോലും കൃത്യമായിട്ട് വിനിയോഗം ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു MLA ആണ് KK രമ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ ആരെങ്കിലും പുരികം കയറ്റിയിട്ടോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ടോ തെറി പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല. യാഥാർത്ഥ്യം അതാണ്. അതുകൂടാതെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ മറ്റ് കിഫ്ബി പോലെയുള്ള പദ്ധതികളുണ്ട്. ഈ കിഫ്ബിയിലൊന്നും ഒരു പദ്ധതിയും സമർപ്പിക്കാതെ, കാരണം ഞാൻ പ്രതിപക്ഷത്താണ്, അതുകൊണ്ട് വടകരയിൽ എനിക്ക് വികസനമൊന്നും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ന്യായീകരണം അല്ലെങ്കിൽ റീസൺസ് പറയുക. കാരണം നമ്മുടെ പല ആളുകളും എങ്ങനെയാണ് പരാജയപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ജീവിതത്തിൽ അവരെന്നും ഒരു റീസൺ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മളിൽ എന്താണ് ലേറ്റായി വന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനൊരു റീസൺ ഉണ്ടാവും. നമ്മൾ എന്തിനാണ് നേരത്തെ പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു റീസൺ ഉണ്ടാവും. നമ്മളൊരു ജോലി എന്തുകൊണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു റീസൺ ഉണ്ടാവും. ഇങ്ങനെ ഈ റീസൺ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ എപ്പോഴും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആളുകളാണ്. ഒരിക്കലും അവർ ലൈഫിൽ സക്സസ് ആവത്തില്ല, പൊളിറ്റിക്സിൽ സക്സസ് ആവാത്ത ആളുകളാണ്. അപ്പോൾ കിഫ്ബി വഴിയൊക്കെ ഒരുപാട് പ്രതിപക്ഷ MLA മാർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കിഫ്ബിയിൽ പോലും ഒരു പദ്ധതി സബ്മിറ്റ് ചെയ്യാത്ത ഒരു MLA ആണ് KK രമ എന്ന് പറയുന്നത്. നമ്മൾ തന്നെ കണ്ടതാണ് ഇപ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ സമയങ്ങളിലൊക്കെ KK രമ എനിക്ക് തോന്നുന്നു ഹാർബറിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്ന സമയത്തൊക്കെ അവിടെയുള്ള ഹാർബറിലെ തൊഴിലാളികൾ പറയുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് വോട്ട് ചോദിച്ചിട്ട് നിങ്ങൾ പോയതാണ്, അതിനുശേഷം പിന്നീട് നിങ്ങളെ ഇപ്പോഴാണ് കാണുന്നത്, അത് 5 വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. അവർ എന്നൊരു ഹൈമാക്സ് ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ അത്രയുമുള്ള ചെറിയ കാര്യങ്ങൾ പോലും സാധിച്ചു കൊടുക്കാൻ സാധിക്കാത്ത രീതിയിൽ പ്രവർത്തിച്ച ഒരു MLA ഒരു വശത്തും, മറിച്ച് ഏറാൻമല പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്നു കൊണ്ട് അത് 3 പ്രാവശ്യം ഏറാൻമല പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇരുന്നു കൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയും പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ കൃത്യമായിട്ട് ഒരു ഭാഗഭാഗിത്വം വഹിക്കുകയും ചെയ്തിട്ടുള്ള വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു സോഷ്യലിസ്റ്റ് നേതാവ്. ഇത് കൂടാതെ തന്നെ നമ്മളിപ്പോൾ അവിടെയുള്ള പല ആളുകളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നൊരു കാര്യമാണ്, 2021 വന്ന് മത്സരിച്ച KK രമയല്ല ഇപ്പോഴത്തെ KK രമ എന്ന് പറയുന്നത്. അവർ സാമ്പത്തികമായിട്ടും ഒരുപാട് പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കത് പറഞ്ഞു പോകാതിരിക്കാണ്ട് സാധിക്കുമോ? അത് പറഞ്ഞു പോകാണ്ടിരിക്കാൻ എല്ലാവരുടെയും കൺമുമ്പിലുള്ള കാഴ്ചയല്ലേ. അത് കൂടാതെ തന്നെ ഈ KK രമ BJPയുടെ വോട്ട് കാലത്തിനനുസരിച്ചിട്ട് മാറണം എന്നൊക്കെ പറയും. പക്ഷേ കമ്മ്യൂണിസ്റ്റ് ആദർശം പറഞ്ഞുകൊണ്ട് വന്ന ഒരു വ്യക്തിയാണ് KK രമ എന്ന് പറയുന്നത്. TP ചന്ദ്രശേഖരൻ എന്ന രക്തസാക്ഷിയുടെ ഭാര്യയാണ് അദ്ദേഹം. അവരൊക്കെ ഈ BJPയുടെ പിന്തുണ തേടി എന്നുള്ള ആരോപണം BJPക്കകത്ത് നിന്ന് തന്നെയാണ് ആളുകൾ ഉന്നയിക്കുന്നത്. അതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രബുൽ കൃഷ്ണ അവരുടെ ജില്ലാ പ്രസിഡന്റിന്റെ കോലമൊക്കെ കത്തിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. 7 നേതാക്കന്മാരെ BJP പുറത്താക്കി എന്നുള്ളൊരു BJP പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. അത് BJPക്കകത്തുനിന്ന് തന്നെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണമാണ്. അതായത് പാർക്കൽ അബ്ദുള്ള എന്ന് പറയുന്ന കുറ്റ്യാടിയിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി, അയാൾ വളരെ സമ്പന്നനാണ്, അതിസമ്പന്നനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മീഡിയേഷനിലാണ് BJPയുടെ ക്രോസ് വോട്ടിങ് കുറ്റ്യാടിയിലും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ വടകരയിലും UDFന് അനുകൂലമായിട്ട് പോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന അതീവ ഗുരുതരമായ ഒരു ആരോപണം BJPക്കകത്ത് തന്നെ വരുന്നുണ്ട്. അതിൻ്റെ പേരിലാണ് ഇവർ ഈ പ്രഫുൽ കൃഷ്ണയുടെ കോലം കത്തിക്കുകയും പ്രകടനം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരുപക്ഷെ പരാജയം KK രമ നേരത്തെ തന്നെ മണത്തിട്ടുണ്ടാവാം. അതിൻ്റെ ഭാഗമായിട്ടാണ് BJPയുടെ പിന്തുണ തേടിയിട്ടുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൂടാതെ CPM വൃത്തങ്ങൾ എടുത്തിട്ടുള്ള കണക്ക് പ്രകാരം ഏകദേശം 3000-നും 4000-നും ഇടയ്ക്ക് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വടകരയിൽ LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഈ MK ഭാസ്കരൻ വിജയിച്ചു പോരാനുള്ള സാധ്യതകളുണ്ട്. ഒരു വട്ടം എന്നോട് അവിടെയുള്ള ഒരു കോൺഗ്രസ്സുകാരൻ തന്നെ, എൻ്റെ പഴയ സുഹൃത്താണ്, അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു വട്ടം MK ഭാസ്കരനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ MK ഭാസ്കരനെ വോട്ട് ചെയ്യുകയുള്ളൂ എന്ന് പറയുന്നിടത്ത് എല്ലാം വ്യക്തമല്ലേ? അത് പറയുന്നൊരു കോൺഗ്രസ്സുകാരനാണ്. ഇപ്രാവശ്യവും KK രമയ്ക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ കക്ഷി. അദ്ദേഹം പറയുന്നതാണ്, MK ഭാസ്കരനെ നിങ്ങൾ ഒരു പ്രാവശ്യം കണ്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ MK ഭാസ്കരനെ വോട്ട് ചെയ്യത്തുള്ളൂ. കാരണം അദ്ദേഹം അത്രയും ജനകീയനാണ് എന്ന് പറയുന്നിടത്ത് ബാക്കിയെല്ലാം നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അതുകൂടാതെ തന്നെ ഈ RJD UDFലേക്ക് നീങ്ങുന്നതായിട്ടുള്ള ചില വാർത്തകൾ വന്നിരുന്നു.
അപ്പോൾ ഈ വാർത്തകൾ കൂടി പരിശോധിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ യു ഡി എഫിന് ഒരു ചെറിയ നേരിയ മുൻതൂക്കമുണ്ടായി യു ഡി എഫ് അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ആർ എം പിയേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പാർട്ട്ണറായിട്ട് കോൺഗ്രസ്സുകാർ കൺസിഡർ ചെയ്യുക ആർ ജെ ഡി ആയിരിക്കാം. ആ ഒരു രീതിയിൽ ചില കോൺഗ്രസ്സുകാരുടെ വോട്ട് കൂടി ആർ ജെ ഡിയുടെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അത് യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാലത്തെ മാത്രമുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിനുള്ള ഞാൻ ഇപ്പോഴും അടിയുറച്ചു പറയുന്നു, എൽ ഡി എഫ് 78 സീറ്റുകളുമായിട്ട് 3ാം തവണയും കേരളത്തിൽ തുടർഭരണത്തിൽ തന്നെ വരും എന്ന് തന്നെയാണ് നമ്മളുടെ ഒരു അവലോകനം എന്നുള്ള ആ ഒരു കാര്യത്തിൽ ഇപ്പോഴും അടിയുറച്ചു നിൽക്കുകയാണ്. 2021 കെ രമയ്ക്ക് കിട്ടിയ വോട്ടുകളിൽ നല്ലൊരു ശതമാനം യു ഡി എഫിനല്ലായിരുന്നു, അത് ടി പി ചന്ദ്രശേഖരന് കിട്ടിയതാ. തീർച്ചയായിട്ടും അതാണ് എന്തായാലും ഇപ്രാവശ്യം അതാണ് അതിൻ്റെ ഒരു ഫാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ച് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യയിൽ നിന്ന് ഒരു എം എൽ എ എന്നുള്ള രീതിയിൽ കെ രമയെയും അതോടൊപ്പം തന്നെ എം കെ ഭാസ്കരനെയും അവിടെ വിലയിരുത്തുന്ന സമയത്ത് എം കെ ഭാസ്കരനിരിക്കുന്ന തട്ട് ഒരു പടി താഴ്ന്നിരിക്കും എന്ന് തന്നെ വേണം നമ്മൾ കരുതാനായിട്ട്. അതിനനുസരിച്ചിട്ട് എം കെ ഭാസ്കരൻ ഒരു അട്ടിമറി വിജയം നേടാനായിട്ടുള്ള സാധ്യത വടകരയിൽ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അതുകൂടാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് CPM പ്രവർത്തകർ ഷാഫി പറമ്പലിനെതിരെ വടകര ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് പ്രതിഷേധം നടത്തുന്ന സമയത്ത് അവർക്കിടയിലേക്ക് തട്ടിക്കയറിക്കൊണ്ട് കയറി ചെന്ന കെ രമയെ അവിടെയുള്ള വടകരയിലുള്ള സ്ത്രീകൾ കൂടി വോട്ട് ചെയ്യുന്ന സമയത്ത് ഓർക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് കെ രമയ്ക്ക് അത്ര ശുഭകരമായിരിക്കില്ല മെയ് 4 എന്നാണ് ഞാൻ കരുതുന്നത്.